ഞാനേ പെരും മഴയത്ത് തെയ്യം കാണാൻ വന്നതായിരുന്നു. അപ്പം തെയ്യം നടക്കുന്ന കാവിൻ്റെ അടുത്ത് തന്നെ ഒരു മനോഹരമായ കുളമുണ്ട്. പക്ഷേ ഏറ്റവും കൗതുകപ്പെടുത്തിയ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, കുളത്തിൻ്റെ അക്കരെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. കുറേ ഫിഷ് ഇങ്ങനെ പിടക്കുന്ന കാണുന്നുണ്ട് കണ്ടോ. ഞാൻ ആദ്യം തന്നെ കണ്ടപ്പം വിചാരിച്ചു എന്തെങ്കിലും പൂച്ചയായിട്ടും വന്ന് പിടിച്ചതാണെന്നാണ്. പക്ഷേ ഇവിടെയുള്ള ക്ഷേത്രത്തിലെ ആൾക്കാരാണ് പറഞ്ഞത് ഈ മീൻ മുട്ടയിടേണ്ടിയിട്ട് ഇവിടുന്ന് കുളത്തുനിന്ന് നേരെ കരയിലേക്ക് കയറി അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ കല്ലിൻ്റെ ഇടയിലോട്ട്, അതിലോട്ടൊക്കെ നുഴഞ്ഞ് നേരെ അപ്പുറത്തുള്ള കണ്ടത്തിലേക്ക് പോവുക ചെയ്യുക. അവിടെയാണ് ഈ മത്സ്യങ്ങൾ മൊത്തം മുട്ടയിടുന്നത്. ഇത് ശരിക്കും ഒരു കൗതുകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. മീനുകൾ ഇങ്ങനെ കരയിലേക്ക് പോയി എന്നിട്ട് ഇങ്ങനെ നുഴഞ്ഞു കയറി നേരെ അക്കരയിലൊക്കെ പോകുന്നത്. കാരണം നമ്മളെ ഫിഷിനെ അധികം ഇങ്ങനെ വെള്ളത്തിലല്ലേ കാണുന്നുള്ളൂ. ഞാൻ മുന്നേ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഈ വയലിൽ വെള്ളമില്ലാത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലീഗലാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന മീനിനെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. കാരണം ട്രോളിങ്ങിൻ്റെ നിയമത്തിൻ്റെ ഒക്കെ ഉൾപ്പെടുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. കാരണം ഇത് മുട്ടയിടാൻ പോകുന്നതാണല്ലോ, ബ്രീഡിങ്ങിന് പോകുന്നതാണല്ലോ. അപ്പോൾ അതിനെ പിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വംശത്തിനെ തന്നെ എന്താ പറയുക നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മീനിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദയവേദിട്ട് നിങ്ങളാരും പിടിക്കാൻ നിൽക്കരുത്. നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ തരം മത്സ്യങ്ങൾ ഇപ്പം വളരെ റെയറാണ്. അങ്ങനെ കുറേ വംശനാശം വന്നിട്ടുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം കാണുകയാണെങ്കിൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെക്കേഷൻ സമയത്തെല്ലാം ചിലപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളും കണ്ടുവന്ന് വരും. അപ്പം ദയവേത് ഇങ്ങനെയുള്ള കരയിലേക്ക് ഇങ്ങനെ മുട്ടയിടാൻ പോകുന്ന മീനുകളൊന്നും പിടിക്കാൻ നിൽക്കരുത് കേട്ടോ.